ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതിന്റെ പ്രതിഫലനമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എംപിമാർക്കായി ന്യൂഡൽഹിയിൽ നിർമ്മിച്ച വാസസ്ഥലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ പൊതു ആരോഗ്യ സംവിധാനം മികച്ച നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തുന്നതിനുള്ള ഗജമുക്തി പദ്ധതിക്ക് തുടക്കമായി. ഒഡീഷയിൽ നടക്കുന്ന വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ മീറ്റിന്റെ പുരുഷ ലോങ് ജമ്പിൽ മലയാളി താരം മുരളി ശ്രീശങ്കറിന് സ്വർണം. വാർത്തകൾ വിശദമായി. വർഷകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. രാവിലെ സഭ ആരംഭിച്ചപ്പോൾ ലോക്സഭയിൽ ചോദ്യോത്തരവേള തുടങ്ങിയെങ്കിലും പ്രതിപക്ഷ ബഹളം രൂക്ഷമാവുകയായിരുന്നു. പ്രതിപക്ഷ അംഗങ്ങളോട് നടപടികൾ തടസ്സപ്പെടുത്തരുതെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും ബഹളം തുടർന്നതോടെയാണ് ഉച്ചവരെ നടപടികൾ നിർത്തിയത്. രാജ്യസഭയിലും സമാന സാഹചര്യമായിരുന്നു. പാർലമെന്റ് അംഗങ്ങൾക്കായി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇതുവരെ ഏകദേശം 350 പുതിയ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എംപിമാർ ഈ വീടുകളിൽ ഒരുമിച്ച് താമസിക്കുന്നത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതിന്റെ ദർശനത്തെ പ്രതിഫലിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ബാബ ഖരക് സിംഗ് മാർഗിൽ എംപിമാർക്കായി നിർമ്മിച്ച 184 ഫ്ളാറ്റുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 2014 से अब तक इन फ्लैट्स को मिलाकर करीब 350 सांसद आवास बनाए गए हैं. यानी एक बार ये आवास बन गए तब जनता का भी पैसा बच रहा है. साथियों, 21वीं सदी का भारत जितना विकसित होने के लिए अधीर है उतना ही संवेदनशील भी है. രാജ്യത്തെ മഹാനദികളായ കൃഷ്ണ, ഗോദാവരി, കോസി, ഹൂഗ്ലി എന്നിവയുടെ പേരാണ് വാസസ്ഥലങ്ങൾക്ക് നൽകിയിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ പൊതു ആരോഗ്യ സംവിധാനം മികച്ച രീതിയിലാണ് നിലനിൽക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിൽ മികച്ചവയെ പല അന്താരാഷ്ട്ര സ്വകാര്യ കുത്തക കമ്പനികൾ സ്വന്തമാക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. രാവിലെ ഭൂവിനിയോഗ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി നടത്തുന്ന സമുചിത വിളനിർണ്ണയ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. വൈകിട്ട് വേങ്ങാട് ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച 50 വീടുകളുടെ താക്കോൽദാനം അദ്ദേഹം നടത്തും. മുഖ്യമന്ത്രി നാളെ രാവിലെ ധർമ്മടം മണ്ഡലത്തിലെ ചേക്കുപാലം റെഗുലേറ്റർ കം ബ്രിഡ്ജും കൊടുവള്ളി റെയിൽവേ ഓവർ ബ്രിഡ്ജും ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിലെ സിന്തറ്റിക് ട്രാക്കിന്റെയും 9 പോലീസ് സ്റ്റേഷനുകളുടെയും ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയ സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന് DGCAയോട് ആവശ്യപ്പെട്ടതായി KC വേണുഗോപാൽ MP. ഇത്തരം പിഴവുകൾ പരിഹരിക്കാനും ആവർത്തിക്കില്ലെന്ന് ഉറപ്പാക്കാനും നടപടി സ്വീകരിക്കണമെന്നും MP ആവശ്യപ്പെട്ടു. KC വേണുഗോപാൽ ഉൾപ്പെടെ 5 MPമാരും ഇന്നലെ ഈ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിന് നാളെ വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 30-ന് പ്രസിദ്ധീകരിക്കും. 79ാമത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനായി ആശയങ്ങൾ പങ്കിടാൻ രാജ്യത്തെ ജനങ്ങളെ ക്ഷണിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന പ്രസംഗത്തിൽ ഉൾപ്പെടുത്താനായാണ് ചിന്തകളും ആശയങ്ങളും ക്ഷണിക്കുന്നത്. ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന്റെ ഭാഗമായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയവും ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷനും സംയുക്തമായി ന്യൂഡൽഹിയിൽ 3 ദിവസത്തെ ചലച്ചിത്ര മേള സംഘടിപ്പിക്കുന്നു. ഇന്നു മുതൽ ബുധനാഴ്ച വരെ നടക്കുന്ന മേളയിൽ ദേശസ്നേഹം പ്രതിഫലിപ്പിക്കുന്ന ചലച്ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. പ്രവേശനം സൗജന്യമാണ്. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ പൂർത്തിയായ ലേഡീസ് ഹോസ്റ്റലിന്റെ 1ഉം 2ഉം നിലകളും ഓപ്പൺ എയർ സ്റ്റേജും മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. 4 കോടി രൂപ ചെലവിട്ടാണ് ലേഡീസ് ഹോസ്റ്റലിന്റെ പുതിയ നിലകൾ പണി പൂർത്തിയാക്കിയത്. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗവും ചേർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
കണ്ണൂർ നോർത്ത് AEO ഓഫീസിൽ മന്ത്രി വി ശിവൻകുട്ടി മിന്നൽ സന്ദർശനം നടത്തി. ഫയൽ നീക്കം വൈകുന്നതിൽ ലഭിച്ച പരാതിയെ തുടർന്നാണ് സന്ദർശനം. 9 വർഷമായി നിയമന അംഗീകാരവുമായി ബന്ധപ്പെട്ട ഫയൽ തടഞ്ഞുവച്ചതായി പരാതിയുണ്ടായിരുന്നു. കണ്ണൂർ ആറളത്ത് ഗജമുക്തി പദ്ധതിക്ക് തുടക്കമായി. ഫാമിലും പുനരധിവാസ മേഖലയിലും തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തുന്നതിനുള്ള നടപടിക്കാണ് രാവിലെ തുടക്കമായത്. വനം വകുപ്പിനാണ് ആനകളെ തുരത്തുന്നതിനുള്ള പൂർണ്ണ ചുമതല. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ആറളം ഫാമിലെയും പുനരധിവാസ മേഖലയിലെയും താമസക്കാരുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടാണ് ആനകളെ തുരത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ആനകളെ സുരക്ഷിതമായി വന്യജീവി സങ്കേതത്തിലേക്ക് തിരിച്ചയക്കുന്നതിന് വിവിധ വകുപ്പുകളുടെയും പ്രാദേശിക സമൂഹത്തിന്റെയും സഹകരണത്തോടെയാണ് ഓപ്പറേഷൻ ഗജമുക്തി നടപ്പാക്കുന്നത്. ഡ്രോണും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് കൂട്ടമായും ഒറ്റയ്ക്കുമുള്ള ആനകളുടെ സ്ഥാനം നിർണയിച്ചാണ് തുരത്തുന്നതിനുള്ള നടപടി പുരോഗമിക്കുന്നത്. 28 വനം വകുപ്പ് ജീവനക്കാരും 9 സപ്പോർട്ടിംഗ് സ്റ്റാഫും അടങ്ങുന്ന ടീമാണ് ഓപ്പറേഷന് നേതൃത്വം നൽകുന്നത്. രാജസ്ഥാനിലെ ജുൻജുനുവിൽ ഇന്ന് നടക്കുന്ന പരിപാടിയിൽ 30 ലക്ഷത്തിലധികം കർഷകർക്ക് 3200 കോടിയിലധികം രൂപയുടെ വിള ഇൻഷുറൻസ് ക്ലെയിമുകൾ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വിതരണം ചെയ്യും. രാജ്യത്ത് ഉടനീളമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ വെർച്വലായി പരിപാടിയിൽ പങ്കെടുക്കും. മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും അവരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനുമായി സംഘടിപ്പിക്കുന്ന സ്മൃതിവന്ദനം 2025 പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് മറ്റന്നാൾ തിരുവനന്തപുരത്ത് നിർവഹിക്കും. അന്തർദേശീയ അവയവദാന ദിനാചരണത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി. കനാൽ നവീകരണ പദ്ധതി സംബന്ധിച്ച ബോധവൽക്കരണ പരിപാടിയും വർക്ക്ഷോപ്പും ഇന്ന് കൊച്ചിയിൽ നടക്കും. ചരിത്രമുറങ്ങുന്ന കൊച്ചിയിലെ കനാലുകൾ നവീകരിച്ച് നഗരത്തിന്റെ മുഖഛായ മാറ്റാനും നഗരവാസികളുടെ ജീവിതത്തിന്റെ ഗുണപരമായ മാറ്റങ്ങൾക്ക് കളമൊരുക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. വൈകിട്ട് എറണാകുളം ടൗൺ ഹാളിൽ മന്ത്രി P രാജീവിന്റെ അധ്യക്ഷതയിലാണ് പരിപാടി. പദ്ധതി സംബന്ധിച്ച നഗരവാസികളുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാനും ചർച്ച ചെയ്യാനുമുള്ള അവസരവുമുണ്ടാകും. ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടക്കുന്ന വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ മീറ്റ് പുരുഷ ലോങ് ജമ്പിൽ മലയാളി താരം മുരളി ശ്രീശങ്കറിന് സ്വർണം. സീസണിലെ മികച്ച പ്രകടനവുമായി 8.13 മീറ്റർ ദൂരം ചാടിയാണ് ശ്രീശങ്കർ നേട്ടം സ്വന്തമാക്കിയത്. വനിതാ ജാവലിൻ ത്രോയിൽ ഒളിമ്പ്യൻ അന്നു റാണി സ്വർണം സ്വന്തമാക്കി. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ശിവം ലോഹകരെ വെള്ളി നേടി. കടമക്കുടി ദ്വീപ് സമൂഹത്തിന്റെ ടൂറിസം വികസന സാധ്യത തിരിച്ചറിയാനായി സംഘടിപ്പിക്കുന്ന കടമക്കുടി കാഴ്ചകളും വിനോദസഞ്ചാര സെമിനാറും എറണാകുളത്ത് മന്ത്രി P രാജീവ് നാളെ ഉദ്ഘാടനം ചെയ്യും. നാളെയും മറ്റന്നാളുമായാണ് പരിപാടി നടക്കുക. കടമക്കുടി ഹെവൻ ഓഫ് വാലി സംഘാടക സമിതിയാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് യന്ത്രവൽകൃത ഉൾനാടൻ ജലയാനങ്ങളുടെ രജിസ്ട്രേഷൻ സർവേ നടപടിക്കായി അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തതുമായ ഹൌസ് ബോട്ടുകൾ അടക്കമുള്ള എല്ലാ യാനങ്ങളും പിഴ ഈടാക്കണമെന്ന്, സർവീസ് യോഗ്യമല്ലാത്തവ പിടികൂടി നശിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. എറണാകുളം ക്രൈംബ്രാഞ്ച് പുതിയ ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. മന്ത്രി P രാജീവ് അധ്യക്ഷത വഹിക്കും. കളമശ്ശേരിയിലുള്ള എറണാകുളം റൂറൽ പോലീസ് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപമാണ് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ കെട്ടിടം. ഇന്ത്യയുടെ അണ്ടർ-20 വനിതാ ഫുട്ബോൾ ടീം 2026 AFC വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി. യാങ്കോണിൽ നടന്ന മത്സരത്തിൽ ആതിഥേയരായ മ്യാൻമറെ 1-0 തോൽപ്പിച്ചതോടെയാണ് ഇന്ത്യ യോഗ്യത നേടിയത്. 20 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ ടൂർണമെന്റ് പ്രവേശനം. തായ്ലൻഡിലാണ് ഏഷ്യൻ കപ്പ് മത്സരങ്ങൾ നടക്കുക. കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കെട്ടിട സമുച്ചയം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി. മുദ്ര വിദ്യാഭ്യാസ പദ്ധതി വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി 3,30 ലക്ഷം രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ബഹുനില കെട്ടിടം. മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഈഞ്ചക്കൽ ഭാഗത്ത് രാത്രി ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ഇന്നു മുതൽ ഈ മാസം 17-ാം തീയതി വരെ രാത്രി 11 മണി മുതൽ രാവിലെ 5 മണി വരെയാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതിന്റെ പ്രതിഫലനമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MPമാർക്കായി ന്യൂഡൽഹിയിൽ നിർമ്മിച്ച വാസസ്ഥലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ പൊതു ആരോഗ്യ സംവിധാനം മികച്ച നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തുന്നതിനുള്ള ഗജമുക്തി പദ്ധതിക്ക് തുടക്കമായി. ഒഡീഷയിൽ നടക്കുന്ന വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ മീറ്റിന്റെ പുരുഷ ലോങ് ജമ്പിൽ മലയാളി താരം മുരളി ശ്രീശങ്കറിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.